ഞങ്ങൾ ഏകദേശം ഒരു 3 മാസമായി മലപ്പുറം ജില്ലാ ട്രോമ കെയറിൻ്റെ മറ്റേ പ്രജി സാറിൻ്റെ കെയർ ഓഫിൽ താന്നൂർ ലീഡേഴ്സ് അബ്ബാസിൻ്റെയും PK അബ്ദുള്ളയുടെയും കെയർ ഓഫിൽ ഞങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇതിലും ദയനീയമായിട്ട് ഞങ്ങൾ അവിടെ തന്നെ വേങ്ങര മറ്റേ മുതലമാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിലും ദയനീയമായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പത്തെ ദിവസം പാമ്പിൻ്റെയും തേളിൻ്റെയും കടി കുടുങ്ങി, തേളിൻ്റെ കടി കുടുങ്ങിയിട്ട് മറ്റേ മലപ്പാമ്പുകളെ മറ്റേ നമ്മൾ പിടിച്ചു വരുന്ന കയറുകളിൽ വന്ന് നിന്നിട്ട് അതിനെ തട്ടി ഒഴിവാക്കിയിട്ട് നീന്തിയിട്ട് 2.5 കിലോമീറ്ററോളം നീന്തിയിട്ട് ചെറു തോണിയിലാണ് നമ്മൾ കൊണ്ടുവന്നത് വെള്ളക്കുത്തിൻ്റെ ഇടയിൽ കൂടെ. അതായത് ഇതിനേക്കാൾ അതിസാഹസികമായ രീതിയിൽ ആളുകളെ രക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു, അങ്ങനെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരാൾ വീഡിയോയിൽ പകർത്തിയതുകൊണ്ട്, മൊബൈൽ ഫോണിൽ പകർത്തിയതുകൊണ്ട് ഈ ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു. താങ്കൾ ഇതിനെ അത്ര വലിയൊരു കാര്യമായിട്ട് കാണുന്നുമില്ല, ഇതിനേക്കാൾ വലിയ ദൗത്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളയാളാണ്. കാണുന്നില്ല. അതെ 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 അതെ. ഇപ്പോഴും ഉണ്ടോ ആളുകൾ ഇങ്ങനെ? ഞങ്ങൾ ഇതിലും വലിയ പറഞ്ഞോളൂ. അവിടെ ആളുകൾ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ഞാൻ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. നമ്മൾ ഒരുപാട് അവരെ വിളിച്ചിരുന്നു. അവിടുന്ന് നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ എങ്ങനെങ്കിലും ഞങ്ങളെ ജീവൻ ഇവിടെ പണയം വെച്ചിട്ട് ഞങ്ങളിവിടെ വന്നത് നിങ്ങളെ രക്ഷിക്കാനായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ ജീവൻ പണയം വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളെ കടത്തി കൊണ്ടുപോവാം. അത് രാത്രിയാണെങ്കിൽ രാത്രി, നിങ്ങൾ എത്ര ആളുണ്ടെങ്കിൽ അത്രയും, എത്ര ദിവസമാണ് ഇവിടെ നിന്ന് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തണം, അത്രയും ദിവസം നിങ്ങൾ കഴിയുന്നത് വരെ ഞങ്ങൾ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവിടെ അവരോട് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞങ്ങൾ ഇതിലും മേലെ മറ്റേ കുന്നിന്മേലാണ് നിൽക്കുന്നത്, അപ്പം ഇനി ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷമാണ് വരുന്നവരെ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ളവരെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് വന്നത്. ഇവർക്ക് ലൈഫ് ബോട്ടിൽ കയറുവാൻ ബുദ്ധിമുട്ടായിരുന്നോ ഈ സ്ത്രീകൾക്ക്? അതുകൊണ്ടാണോ താങ്കൾ മുതുകിൽ ചവിട്ടി കയറിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളത്തിൽ കിടന്നത്? അതെ, അതായത് ഇത് സ്വാഭാവികമായിട്ട് ഈ ലൈഫ് ബോട്ട് എന്ന് പറയുമ്പോൾ ഒരു റബ്ബർ ബോട്ടാണല്ലോ. അവിടുത്തെ വെള്ളക്കുത്ത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ലൈഫ് ബോട്ട് പോകുമ്പോഴും കാല് സ്ലിപ്പായിട്ടും സ്ത്രീകൾക്ക് കാല് പൊക്കിയിട്ട് മേലേക്ക് ഒരൊറ്റയടിക്ക് കയറാൻ പറ്റില്ല എന്നതുകൊണ്ട് ഇപ്പം നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ടല്ലോ, എൻ്റെ പുറകിൽ ചവിട്ടുമ്പോഴും അവർ എങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നീട് ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളോട് പ്രചരിച്ചതിന് ശേഷം ഒരുപാട് കയ്യടി താങ്കൾക്ക് കിട്ടിയല്ലോ. ഇപ്പോൾ ചില സഹായ ഹസ്തങ്ങളും താങ്കൾക്ക് നേരെ നീളുന്നുണ്ട്. സംവിധായകൻ വിനയൻ അല്പം മുമ്പ് മെസ്സേജ് അയച്ചിരുന്നു, അദ്ദേഹം 1 ലക്ഷം രൂപ താങ്കൾക്ക് നൽകുവാൻ തീരുമാനിച്ചു എന്ന്. ഇത്തരത്തിലുള്ള അഭിനന്ദനങ്ങളും ഈ പുരസ്കാരങ്ങളും ഒക്കെ വരുമ്പോൾ എന്ത് തോന്നുന്നു താങ്കൾക്ക്? എനിക്ക് ഇങ്ങനെ അഭിനന്ദനങ്ങളും പുരസ്കാരവും എനിക്ക് കിട്ടുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ഇത് മുഴുവൻ എനിക്ക് എന്താണോ കിട്ടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ എൻ്റെ കഴിയുന്ന പരമാവധി ഞാൻ അവർക്ക് സെഹർ ചെയ്യും. ബാക്കി ഞങ്ങൾക്ക് ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഇല്ല, ഒരു ബോട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ജീവൻ തന്നെ സുരക്ഷിതയില്ലാത്ത രൂപത്തിലാണ്. മലപ്പുറം ജില്ലാ ട്രോമ കെയർ പ്രജി സാറിൻ്റെ കെയറപ്പിലും മറ്റേ താന്നൂരിൽ ലീഡേഴ്സ് അബ്ബാസിൻ്റെയും PK അബ്ദുള്ളയുടെയും കെയറപ്പിൽ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് പോലും ഒരു സുരക്ഷിതമായിട്ട്. ഒരു തേള് ഞങ്ങളെ കടിച്ചിട്ട് ഞങ്ങൾ ആ തേളിനെ ഒരു മഞ്ഞളെടുത്തിട്ടാണ് ഞങ്ങൾ ആ കുത്ത് നമ്മൾ ഒഴിവാക്കിയത്, നമ്മളെ ലീഡേഴ്സ് അബ്ബാസ്. ശരി, ശ്രീ PC വിശ്വനാഥ്, സമാനമായ സാഹചര്യത്തിലാണ് പാണ്ടനാട് മേഖലയിലും രക്ഷാപ്രവർത്തനം നടന്നത്. നേരത്തെ രാജു പറഞ്ഞതുപോലെ റാന്നിയിൽ ആദ്യം സഹായം എത്തിക്കാൻ കഴിഞ്ഞു. ഈ പാണ്ടനാട് അല്പം വൈകിയോ? അതാണോ ഇങ്ങനെ പ്രശ്നമുണ്ടായത്? പക്ഷേ ചെന്നെത്തുവാൻ പറ്റാത്ത മേഖലകളായിരുന്നില്ലേ? അതൊരു താമസം വരുത്തി എന്ന് പറയുവാൻ കഴിയുമോ? ഒന്ന്, ആശയക്കുഴപ്പങ്ങളുടെ ഒരു ഘോഷയാത്ര ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. ചെങ്ങന്നൂരിൽ 15-ാം തീയതിയാണ്, ഈ 14-ാം തീയതിയാണ് ശബരിഗിരി അണക്കെട്ടിൻ്റെ ശബരി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഷട്ടർ തുറക്കുന്നത്. അത് സംബന്ധിച്ച് 15-ാം തീയതിയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. 15-ാം തീയതിയോടുകൂടി തന്നെ നമ്മൾ ചെങ്ങന്നൂരിൽ വെള്ളം കയറി കഴിഞ്ഞു. 15-ാം തീയതി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വലിയ തോതിൽ വെള്ളം വന്നു കഴിഞ്ഞു. വൈകുന്നേരം 3 മണിയാകുമ്പോഴത്തേക്കും
അപ്പോഴൊന്നും ഒരു റവന്യൂ വകുപ്പിൻ്റെ യാതൊരു ഈ ഏകോപനമോ സംവിധാനമോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ MLAയും MP യും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നവരും ഒക്കെ ചെന്ന് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. അന്ന് രാത്രിയിൽ ഇത്തരത്തിലൊന്നും വന്നിട്ടില്ല. 16-ാം തീയതിയാണ് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് വരുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ അവർ വന്ന് നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ അവരങ്ങ് നേരെ പോയി അവരുടെ ജീവൻ പണയപ്പെടുത്തി അവർക്ക് ചെല്ലാൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. പക്ഷേ ഈ വലിയ തോതിൽ വെള്ളം കയറിയ 2 ദിവസം നമുക്ക് വലുതായി ആദ്യത്തെ ദിവസം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ദിവസമാണ് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകൾ വന്നത്. അവർക്കും ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ടായി. കാരണം അവരുടെ വലിയ ബോട്ട് ഇടുങ്ങിയ പ്രദേശങ്ങളിൽ കൂടി അകത്തോട്ട് കയറാൻ കഴിയില്ല. അവരുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് പോയിട്ട് മതിലിലൊക്കെ ഇടിച്ചത് പൊട്ടുകയാണ്. പൊട്ടുമ്പോൾ അത് മറിയുന്ന അപകടം, അവരുടെ ജീവൻ കൊണ്ടുവരുന്നവരുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നു. അപ്പോഴാണ് നമ്മൾ നേവിയുടെ സഹായം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷേ എന്ത് സാഹചര്യം, ഞാൻ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഒരു വിവാദത്തിലേക്ക് കടക്കുന്നില്ല. നേവി വന്നില്ല. 17-ാം തീയതി നേവിയുടെ ഹെലികോപ്റ്റർ വരുമെന്ന് പറഞ്ഞു, ഫുഡ് ഇടുമെന്ന് പറഞ്ഞു, അവർ എയർലിഫ്റ്റിംഗ് നടത്തുമെന്ന് പറഞ്ഞു, വനവാതുക്കര കോളേജിലെ കുട്ടികളെ ആദ്യം എടുക്കുമെന്ന് പറഞ്ഞു. അന്നും ഒന്നും ഉണ്ടായില്ല. അന്ന് വൈകുന്നേരം മാത്രമാണ് നേവിയുടെ എയർഫോഴ്സിൻ്റെ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞത് പിറ്റേ ദിവസം 3 ഹെലികോപ്റ്റർ വരുമെന്ന് പറഞ്ഞത്. അപ്പം വലുതായി വെള്ളം കയറിയ ആദ്യത്തെ 3 ദിവസം കാര്യമായ ഒരു പ്രവർത്തനം ഉണ്ടായില്ല. അത് അവിടുത്തെ MLA തന്നെ പറഞ്ഞല്ലോ, മത്സ്യത്തൊഴിലാളികൾ പ്രാദേശികമായി വന്നത് മാത്രമാണ് ഉണ്ടായത്. ശരി, ശരിയുമാണ്. അതിനുശേഷം MLA വിലപിച്ചു, എൻ്റെ ജനങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം രക്ഷാപ്രവർത്തനം ഊർജിതമായി. താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ജോസഫ്, താങ്കൾ കുത്തിയതോടെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അവിടെ ഇനിയും രക്ഷാദൗത്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? മഞ്ജുഷ്, ഈ നമ്മുടെ മനസ്സ് തകർത്തു കളഞ്ഞ ഈ ദുരിതത്തിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിൽ നിന്നും വേർപെട്ടു പോയ ഞങ്ങളുടെ നാട്ടുകാരായ കൊച്ചൗസേപ്പേട്ടൻ, ജോമൻചേട്ടൻ, പാപ്പുച്ചേട്ടൻ, പൗലോസേട്ടൻ, ഞങ്ങളുടെ ജെയിംസേട്ടൻ, ശൗരിച്ചേട്ടൻ, എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുഃഖത്തിൽ അവരുടെ സഹോദരന്മാർക്കും ബന്ധുമിത്രാദികളുടെയും കൂടെ ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷമങ്ങളിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അവരുടെ നാളെ ഫ്യൂണറൽ 4 മണിക്ക് ആണെന്ന് ഇന്ന് ജേക്കബ് മാനത്തോടത്തച്ഛൻ്റെ പിതാവിൻ്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തു. വികാരി അച്ഛനും ഉണ്ടായിരുന്നു. ഇന്ന് 6:30 മണിയായപ്പോൾ നമ്മുടെ പള്ളിയിൽ കിടന്ന് പൊളിഞ്ഞു പോയ ഭാഗം പോലീസിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അവിടെ ക്ലിയർ ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഞങ്ങളെല്ലാവരും നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ നിന്നും പിരിഞ്ഞു. അവരുടെ ഫ്യൂണറൽ 4 മണിക്കാണ്. പറ്റാവുന്ന നാട്ടുകാരും ബന്ധുമിത്രാദികളും അവരുടെ ഫ്യൂണറിൽ പങ്കുചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്. നമ്മൾ ഇതുവരെയുള്ള എല്ലാ ഇവാക്യുവേഷനും പള്ളിയോടനുബന്ധിച്ചുള്ളത് നടത്തിക്കഴിഞ്ഞു. ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഉൾപ്രദേശങ്ങളുണ്ട്, ഒറ്റപ്പെട്ട പോയ സ്ഥലങ്ങളുണ്ട്. ഒരു കുഞ്ഞു പോലും ഒറ്റപ്പെട്ടു പോവാതെ ഇനിയും ഇവാക്യുവേഷൻ്റെ പദ്ധതികൾ തുടർന്നുകൊണ്ടേയിരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഉള്ള റിക്വസ്റ്റ്. കാരണം ഒരാളുടെ ജീവനും നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൂടാ. അത് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. രണ്ടാമത്, അവിടെ ഇനി പനി, എലിപ്പനി, ഡെങ്കിപ്പനി അങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ വീടുകളിലേക്കും പാക്കറ്റ് മരുന്നുകൾ, അവർക്കുള്ള 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണമൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. ഇനി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കുള്ള ഭക്ഷണവും നമ്മൾക്ക് പറ്റാവുന്ന സഹായത്തിൽ ഗവൺമെൻറ് ബോഡീസിൻ്റെ കയ്യിൽ നിന്നോ കയ്യിൽ നിന്നോ ഒപ്പിച്ച് നമുക്ക് അവിടെ എത്തിക്കണം. നമ്മൾ അവിടെ നാട്ടുകാരെല്ലാവരും വളരെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ്. അവർ കുഞ്ഞ് പൈസ വെച്ചുണ്ടാക്കിയ വീടുകളാണ്. എല്ലാ വീടുകളും തകർന്നു പോയി. അവർക്ക് പറ്റാവുന്ന സഹായങ്ങൾ കുത്തിയതോട്, അയിരൂര്, കിഴക്കേപ്പള്ളി, ആറ്റുപുറം, ചെറുകിടപ്പുറം, മാഞ്ഞാലി, എല്ലാ സ്ഥലങ്ങളിലും പറ്റാവുന്ന, ഞാൻ അതിൽ കൂടെ എല്ലാം പോയ ആളാണ്. ഞങ്ങൾക്ക് പറ്റാവുന്ന സഹായങ്ങളെല്ലാം
ചെയ്യണം. ഇനി നമ്മൾ എവിടെയെങ്കിലും നമ്മൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ, ദുരിതം അനുഭവിച്ച സ്ഥലങ്ങളിൽ എത്തിപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാനും പറ്റാവുന്ന സഹായങ്ങൾ നമുക്ക് നാട്ടുകാർക്ക് ചെയ്യാനുമായിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കൂടാതെ അവിടെ ഉൾപ്രദേശങ്ങളിൽ ചിലവർക്ക് മെഡിസിൻ കിട്ടുന്നുണ്ടാവില്ല. കൂടുതൽ ഉൾപ്രദേശങ്ങളുള്ള സ്ഥലമാണ്. 100 മീറ്റർ 200 മീറ്റർ റോഡിൽ നിന്നും പോയിട്ടുള്ള വീടുകളുണ്ട്. അവിടെ എല്ലാവരും നമുക്ക് ചെല്ലണം. ഭക്ഷണം അതുപോലെ ചില സ്ഥലങ്ങളിൽ കിട്ടിയിട്ടില്ല, അതും നമുക്ക് എത്തിക്കണം. ശരി ജോസഫ്, എന്തായാലും ഇക്കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നതായിരിക്കും. എറണാകുളം ജില്ലാ കളക്ടർ എന്തായാലും ഇനി തിരച്ചിലിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഉൾനാടുകളിൽ ആളുകൾ ഉണ്ട് എന്നാണ് രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത കുത്തിയതോട് സ്വദേശിയായ ജോസഫ് പറയുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ പി സി വിശ്വനാഥ്, ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷം രാഷ്ട്രീയമായ ഒരു ആരോപണവും ഉന്നയിക്കുന്നില്ല. തൃപ്തിയോടുകൂടി തന്നെ ഈ രക്ഷാ ദൗത്യത്തിൽ പങ്കെടുത്തു, അതുപോലെ തന്നെ ദുരിതാശ്വാസത്തിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വീഴ്ചകൾ പലയിടത്തു നിന്നും ഉണ്ടാവാം. കാരണം ഇത്രയും 9 ലക്ഷത്തോളം ആളുകളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. പക്ഷേ ഭക്ഷണം കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ലല്ലോ. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഹായങ്ങൾ പ്രവഹിക്കുകയാണ് ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും. ചെങ്ങന്നൂരും സമാനമായ സാഹചര്യം തന്നെയാണല്ലോ, ആലപ്പുഴയിലും അങ്ങനെയാണല്ലോ. പക്ഷേ ഈ ആലപ്പുഴ ജില്ലയിലൊക്കെ വീടുകളിലേക്ക് എന്ന് കുട്ടനാടൻ മേഖലയിലേക്ക് ആളുകൾക്ക് തിരിച്ചു വരാൻ പറ്റും എന്ന് പറയുവാൻ ആയിട്ടുണ്ടോ? ഈ തിരച്ചിലിൻ്റെ കാര്യത്തിൽ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടായ ഏകോപനമില്ലായ്മ മനുഷ്യജീവന് എടുത്തെങ്കിൽ അതേ ഏകോപനമില്ലായ്മ ദുരിതാശ്വാസത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കാരണം ചെങ്ങന്നൂരിലെ പ്രധാന കൺട്രോൾ റൂം താലൂക്ക് ഓഫീസാണ്. അവിടെ നിന്നും വളരെ അടുത്താണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ്. അവിടെ 1600 കുട്ടികൾ പഠിച്ചിരുന്ന കോളേജിൽ 2600 ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇന്ന് ഭക്ഷണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ദുഃഖത്തോടു കൂടി ഞാൻ പറയുകയാണ്. ഇന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല. ഒരു നേരം കപ്പയാണ് കൊടുത്തത്, അത് കിട്ടാത്ത ആളുകളുമുണ്ട്. കേരളത്തിൽ നിന്ന് മഞ്ജു സൂചിപ്പിച്ചതുപോലെ പുറത്തു നിന്നും സന്മനസ്സുകളായിട്ടുള്ള ആളുകൾ ചെങ്ങന്നൂരിലേക്ക് ഇത്തരം വസ്തുക്കളുടെ ഒരു പ്രവാഹമാണ്. ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ എല്ലാം ഒരു പ്രയാസമില്ലാതെ ഒഴുകി വരികയാണ്. പക്ഷേ അത് കോർഡിനേറ്റ് ചെയ്ത് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ടായതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇന്ന് മാധ്യമങ്ങൾക്കും ബോധ്യമായതാണ്, ക്രിസ്ത്യൻ കോളേജിൽ നിന്നാണ് ഹെലികോപ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഹെലികോപ്റ്റർ താഴ്ന്നു വന്നിട്ട് ഭക്ഷണമില്ലാതിരുന്നത് കാരണം അത് ഉയർന്നു പൊങ്ങേണ്ടി വന്നു. ആ പട്ടാളക്കാരൻ വളരെ വികാരത്തോടുകൂടി അതിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഈ ഏവിയേഷൻ ഫ്യൂവൽ പിന്നെ നിറയ്ക്കണമെങ്കിൽ തിരുവനന്തപുരത്തേ പറ്റുള്ളൂ. അപ്പോൾ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നു, ആളുകൾക്ക് ഇത് എത്തിക്കാൻ കഴിയാതെ പോകുന്നു. സെയിൻറ് ആൻഡ് സ്കൂളിൽ ഇന്ന് ഭക്ഷണം കിട്ടിയില്ല, ഉച്ചയ്ക്ക് പാകം ചെയ്ത ഭക്ഷണം. അതുപോലെ ചെങ്ങന്നൂർ ITIയിലെ ക്യാമ്പിൽ ഇന്ന് രാവിലെയും ഉച്ചയ്ക്കും പാകം ചെയ്ത ഭക്ഷണം കിട്ടിയില്ല. റവന്യൂവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചാർജുകാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ നാളെ ആവർത്തിക്കാതിരിക്കണം. മറ്റേത് വീടുകളിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴുമുണ്ട്, അവർക്ക് ഒരു ഭക്ഷ്യവസ്തുക്കളും നമ്മൾ കൊണ്ടു കൊടുക്കുന്നില്ല. ഈ ക്യാമ്പുകളിൽ നിന്നും ഒറ്റപ്പെട്ട ആളുകൾ വീട്ടിലേക്ക് പോയാലും അവർ ഒരാഴ്ചയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ ക്യാമ്പിൽ തുടരേണ്ടി വരും. അപ്പോൾ ഇന്നുണ്ടായ ഈ വീഴ്ചകൾ നാളെ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. ഇന്നീ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്തായാലും അതിജീവനത്തിൻ്റെ ഒരു സമയത്ത് കൂടിയാണ് കേരളം കടന്നു പോകുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് സഹായങ്ങൾ പ്രവഹിക്കുകയാണ്. ഇപ്പോൾ തന്നെ പി സി വിശ്വനാഥ് പറഞ്ഞ കാര്യത്തിൽ ചെങ്ങന്നൂർ MLA നേരിട്ട് ഇടപെടുകയുണ്ടായി. റവന്യൂ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതിന് റവന്യൂ ഉദ്യോഗസ്ഥരെ ശാസിക്കുകയുണ്ടായി. ഇനി അത്തരമൊരു വീഴ്ച ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുകയാണ്.